ഇതുവരെ സംസാരിച്ചത് എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല, ഞാൻ കുറച്ച് ലേറ്റായിപ്പോയി, സോറി. പിന്നെ അബൂക്ക പറഞ്ഞ പോലെ എനിക്ക് അബൂക്കനെ പറ്റി 2 വാക്കും കൂടെ പറയാനുണ്ട്. ഞാൻ അബൂക്കയുടെ അടുത്ത് കഥ പറയാൻ വേണ്ടിയിട്ട് അബൂക്കയുടെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയി. അതെനിക്ക് തോന്നുന്നു പൊന്നാനി എങ്ങനെയാണ് ആ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ പോയി അബൂക്കൻ്റെ അടുത്ത് അബൂക്ക ഷോട്ടിന് ഇടയിൽ വന്നു, അടുത്ത ഷോട്ട് ആവാൻ ലൈറ്റപ്പിനുള്ള സമയമുണ്ട്, കഥ പറഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ കഥ പറഞ്ഞു കഴിഞ്ഞിട്ട് അബൂക്കനോട് ഞാൻ പറഞ്ഞത്, ഡേറ്റ് ഇല്ല എന്ന് മാത്രം നിങ്ങൾ എന്നോട് പറയരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അബൂക്ക എന്നോട് തിരിച്ചു പറഞ്ഞത്, ഞാനില്ല എന്ന് മാത്രമേ എന്നോട് പറയരുത്, ഇത്രയും ലേയേഴ്സ് ഉള്ളൊരു ക്യാരക്ടർ എനിക്ക് ആദ്യമായിട്ടാണ് വരുന്നത്, ഇത് ചെയ്യാതിരിക്കാൻ മാത്രം മണ്ടനല്ല ഞാനിത് ചെയ്യുമെന്ന് പറഞ്ഞു. ആൻഡ് അബൂക്ക വന്നു. അബൂക്ക ഇതുവരെയും കാണാത്ത രീതിയിൽ അബൂക്ക പെർഫോം ചെയ്തു. രാത്രിയിൽ ഞാൻ കുറച്ച് നടത്തിച്ചിട്ടുണ്ട് അബൂക്കനെ, പക്ഷെ ആ സീൻ നിങ്ങൾ സിനിമ കാണുന്ന സമയത്ത് എനിക്ക് ഉറപ്പുണ്ട് ആ സീൻ നിങ്ങളുടെയൊക്കെ ഉള്ളിൽ തട്ടും എന്നുള്ളത്. അത് ലുക്കും അബൂക്കയും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ സീനായിരുന്നു. അത് അത്ര നന്നായിട്ട് അബൂക്ക വേറെ ഏതെങ്കിലും പടത്തിൽ, ഞാൻ അങ്ങനെ പറയല്ല, അബൂക്കയുടെ പെർഫോമൻസ്, അയാളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ക്യാരക്ടർ എന്ന് പറയുന്ന സാധനം അതിനെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്, അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അബൂക്കയെ പറ്റി എനിക്ക് അതാണ് പറയാനുള്ളത്.